ഇപ്പോൾ കോട്ടയത്തേക്ക് നാട്ടാം ഗസ്റ്റ് ഹൗസിൽ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന സംഗതികളൊക്കെ ഹൈക്കമാൻഡാണ് എല്ലാത്തിനും ലീഡർഷിപ്പ് കൊടുക്കേണ്ടത്. കോൺഗ്രസിൻ്റെ അവർ ഇടപെട്ട് പരിഹരിക്കണം. എന്താ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ മേജർ ഇഷ്യൂസ് ഉണ്ടെന്നൊന്നുമല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. വാട്ടെവർ ഇഷ്യൂസ് എന്തുണ്ടോ ആ ഇഷ്യൂ ഒക്കെ എല്ലാവരും ഐക്യത്തോടു കൂടി തെരഞ്ഞെടുപ്പിലേക്ക് പോകണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നുള്ളത് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇന്നലെയൊക്കെ നിങ്ങൾ എഴുതി പിടിപ്പിച്ച പോലെ ഞങ്ങൾ സീറ്റ് കരുതും ഞങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല. അത്തരം കാര്യങ്ങളൊന്നും ഒരു ബന്ധവുമില്ല. ഞങ്ങൾ പറഞ്ഞത് യു ഡി എഫിലെ കക്ഷികൾക്കകത്തും യു ഡി എഫിലും പൂർണ്ണ ഐക്യമുണ്ടെങ്കിൽ യു ഡി എഫിന് നല്ല സാധ്യത ഉണ്ട്. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. അത് മലപ്പുറത്ത് സംസാരിക്കേണ്ട കാര്യം ഇവിടെ പറയേണ്ട വല്ല കാര്യം അത് ഞങ്ങൾ അവിടെ അങ്ങനെ മറ്റു പാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ അമിതമായി ഇടപെട്ട് വർത്തമാനം പറയുന്ന ശീലം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അത് മതി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം, അല്ലേ? അതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് പൊതുവിൽ ഐക്യം ഉണ്ടാക്കണം. അത് യു ഡി എഫിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കും. ഇതാണ് ഞങ്ങൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. അല്ല, ആ വക കാര്യങ്ങളൊന്നും ഞങ്ങൾ പറയാൻ പതിവില്ലല്ലോ. നിങ്ങൾക്കറിയാലോ അക്കാര്യങ്ങൾ ചർച്ച അല്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിന് അതാണിപ്പോൾ എന്നെ ടി ഓർമ്മപ്പെടുത്തിയത്. അവരുടെ പ്രതികരണം വളരെ പോസിറ്റീവായിരുന്നു. ഞങ്ങൾ പറഞ്ഞത് അവർ സശ്രദ്ധം കേൾക്കുകയും പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയും ചെയ്തു. ഇത്രയും കൊള്ളാം. ഓക്കെ. അതോ അല്ല, ഇപ്പം അത് ജില്ലയിലെ സംസാരിക്കേണ്ടത് ജില്ലയിൽ സംസാരിക്കുക, താലൂക്ക് സംസാരിക്കും. ഇതിപ്പം മാഡത്തിനോട് പറഞ്ഞ കാര്യമല്ലേ? ഓക്കെ. ഇല്ല, ഞങ്ങൾ അങ്ങനെ ഒരു പറഞ്ഞല്ലോ. ഈ പറഞ്ഞ തന്നെ ഇപ്പം ആവശ്യമില്ല, പറഞ്ഞതല്ലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ